ഹായ് ഓൾ. ഇപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോത്തിൻ്റെ ബോട്ടി എങ്ങനെ ഫ്രൈ ആക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെയാണ് വീട്ടിൽ ബോട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 1.5 കിലോ ബോട്ടിയാണ് കേട്ടോ. ഇത് നല്ല കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് 2-3 പ്രാവശ്യം കഴുകി മാറ്റി വയ്ക്കുക. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പ്രഷർ കുക്കറിലേക്ക് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 സവാള കനം കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ചെറിയ ടൊമാറ്റോ ചെറിയ പീസായി കട്ട് ചെയ്ത് കൂടി അതിലേക്ക് ഇടാം. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 2 പച്ചമുളകാണ് കേട്ടോ. 2 പച്ചമുളക് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സിയിലാണ് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വലിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. പിന്നെ അതിലേക്ക് തന്നെ 2 പട്ടയും ഒരു 5-6 ഗ്രാമ്പും 2 ഏലക്കയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു പരിവാക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കൂടി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. അടുത്ത് കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ബീഫ് മസാലയാണ്. പിന്നെ അവസാനമായിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു 2 ടീസ്പൂൺ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് ആവശ്യത്തിന് ഉപ്പുള്ളതും കൂടി ഇട്ടിട്ട് നല്ല മിക്സാക്കി എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിന ചപ്പാണ് കേട്ടോ. ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് പൊടികളും സവാളയും ടൊമാറ്റോ ഒക്കെ ഇട്ടതിന് ശേഷം മല്ലിച്ചപ്പും കറിവേപ്പിലയും പുതിന ചപ്പും നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ട് നല്ല മിക്സാക്കി എടുക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കാരണം അതൊന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു 5 വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടോ. നമുക്ക് നല്ല മൂടി വെക്കാം കേട്ടോ. അപ്പോൾ 5 വിസിലടിച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇതാണ് ബോട്ടീൻ്റെ അവസ്ഥ. അപ്പോൾ ഞാനൊരു പിടി ചെറിയുള്ളി തൊളിച്ചതിലേക്ക് ഇട്ടിട്ടുണ്ട്. കാരണം ബോട്ടിക്ക് നല്ല വേവുള്ളതുകൊണ്ട് അത് ചെറിയുള്ളി അതിൽ കിടന്ന് നല്ല വെന്തോളും. അപ്പോൾ പിന്നെയും ഒരു 5 വിസിലടിച്ചതിന് ശേഷം നമ്മൾ ബോട്ടി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നല്ല വറ്റി അടിപൊളിയായി വന്നിട്ടുണ്ട്. അവസാനം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടീൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.